ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുഖമാണ്, അവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ എവിടെ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ശരിയാണ് ഗൈസ്, ഞങ്ങൾ രണ്ട് മെഴുകുതിരിയെ എടുത്ത് ചൂലും വെട്ടത്തേക്ക് എടുത്തിട്ട് പോവുകയാണ്. വേറെ അങ്ങോട്ടും അല്ല, ഞങ്ങൾ സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. ഇന്ന് അപ്പച്ചൻ മരിച്ചിട്ട് 26 വർഷം തികയാണ്. അപ്പം അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പം ഞങ്ങൾ സെമിത്തേരിയിലേക്കുള്ള യാത്രയിലാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സെമിത്തേരി. ലിറ്ററലി പറഞ്ഞാൽ വീടിൻ്റെ പുറകു ഭാഗത്താണ്. അപ്പം ഒരുപാട് നടന്നു പോകും. പണ്ടൊക്കെ ഞങ്ങൾ നടന്നായിരുന്നു മരിച്ചതിൻ്റെ അടക്കത്തിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഒക്കെ വണ്ടി വന്നേ പിന്നെ വണ്ടിയിലാണല്ലോ എല്ലാവരും. ഒരു 5 മിനിറ്റ് നടക്കണമെങ്കിലും വണ്ടി എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിറങ്ങി. സന്ദീപ് വേറെ വഴിയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അവിടെ പണിക്കാരുള്ളത് കൊണ്ട് വേറെ ഓർത്തഡോക്സുകാരുടെ സെമിത്തേരിയുടെ ഉള്ളിൽ കൂടിയാട്ടോ ഞാൻ കയറിയത്. ശരിക്കും ഇവിടെ പെന്തക്കോസ്തുകാരുടെ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ അർത്തോമക്കാരുടെയും ഉണ്ട്, ഓർത്തഡോക്സുകാരുടെയും ഉണ്ട്. ഞങ്ങൾ 3 സഭക്കാരുടെയാണ് ഉള്ളത്. അങ്ങനെ പണ്ട് മുതലേ ഇവിടെ എല്ലാവരെയും അടക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ പാലക്കാട് പള്ളിയിലാണ്. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ ഉള്ളത് പാലക്കാട് പള്ളിയിലാണ് കേട്ടോ. ഇത് എൻ്റെ അപ്പയുടെ അപ്പയും കിടക്കുന്ന സ്ഥലമാണ്. അവരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. CG മാത്യുവും സാറാമ്മ മാത്യുവും. അപ്പച്ചൻ 26 വർഷം, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത്. സന്ദീപ് അന്ന് ജനിച്ചിട്ടില്ല, മമ്മി ഒന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും അപ്പച്ചൻ എന്നെ കാണുമ്പോൾ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു പൊതി വാങ്ങിച്ചിട്ട് വരും എന്നുള്ളൊരു ഓർമ്മയൊക്കെ എനിക്ക് അന്നത്തെ ഒരു ഓർമ്മ അങ്ങനെ ഇല്ല. പക്ഷേ ഫോട്ടോസിലൊക്കെ കാണുന്ന സമയത്ത് അപ്പച്ചനും ഞാനും അത്ര കൂട്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അപ്പച്ചനെയും അമ്മച്ചിനെയും ഒരു കല്ലറയിലാണ് കിടത്തിയേക്കുന്നത്. ഞങ്ങൾ സാധാരണ മർത്തോമക്കാരും ചില ക്രിസ്ത്യൻസും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കുടുംബക്കല്ലറ പണിയുന്നത്. അപ്പം അപ്പച്ചനെയും അമ്മച്ചി മരിച്ച സമയത്ത് അപ്പച്ചൻ മരിച്ചിട്ട് 21 വർഷമായിരുന്നു. അപ്പം അപ്പച്ചൻ്റെ കല്ലറ പൊളിച്ചിട്ട് അതിനകത്ത് അപ്പച്ചൻ്റെ സ്കെൽറ്റനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അമ്മച്ചീനെ കിടത്തിയത്. അപ്പച്ചൻ്റെ ഡീകമ്പോസായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചീനെയും കിടത്തി. അങ്ങനെ അത് സീൽ ചെയ്തിട്ട് അത് സ്ലാബാക്കി പണിതതാണ് കേട്ടോ. അപ്പുറത്ത് പ്രശാന്തേട്ടൻ ഇപ്പം നിൽക്കുന്ന സൈഡിൽ ഞങ്ങളുടെ കുടുംബക്കല്ലറയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം ഇനി മരിച്ച അടക്കുന്നത് അവിടെയായിരിക്കും. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പൊക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അത് ഓപ്പണാണ്, സീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ പ്രാർത്ഥിച്ച് തെന്നുനെയും കൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ തെന്നുനെയും പ്രശാന്തേട്ടനും ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ഇപ്പോഴാണ് വരുന്നത്, അപ്പച്ചനെയും അമ്മച്ചിനെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. തെന്നു ഭയങ്കര കളിയായിരുന്നു. കാരണം 2 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. അതായത് അവൾക്കൊന്ന് എൻ്റർടൈൻ ചെയ്യുന്ന പോലെ പെട്ടെന്നായിരുന്നു ഞങ്ങളത് പ്ലാൻ ചെയ്തെന്നാൽ പോയി മെഴുകുതിരി കത്തിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ചെറുവിടൽ സാമവിഹാർ എന്നാട്ടോ ഞങ്ങളുടെ വീട്ടുപേര്. ഞങ്ങളുടെ കുടുംബം ഇവിടെയല്ല. കുടുംബം ഇൻ ദ സെൻസ് ഞങ്ങളുടെ തറവാട് വേറൊരു സ്ഥലത്താണ്. അങ്ങനെ സന്ദീപ് എപ്പോഴും ഇവിടെ വന്ന് വൃത്തിയാക്കുന്നതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വൃത്തിയാക്കി. വേറൊരു വഴിയുണ്ടായിരുന്നു, ഞങ്ങൾ പോയ വഴിയല്ല തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്തിയപ്പോഴാണ് അപ്പയും ഓമനാൻ്റിയും മമ്മിയും കൂടി ഇരുന്ന് ചക്ക വൃത്തിയാക്കുന്നത്. അപ്പം ഞാൻ സന്തോഷത്തിലായിരുന്നു, കാരണം എനിക്ക് പുതിയ വ്ളോഗിനുള്ള കണ്ടൻറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ ഉരുളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, അടുപ്പിൻ്റെ മുകളിൽ വെച്ചു. ഈ അടുപ്പൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിവിടെ വൃത്തിയാക്കുന്നൊന്നും അല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അവിടെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ എല്ലാ സാധനങ്ങളും സ്റ്റൗവിലാണ്. ചിലരൊക്കെയല്ലേ ഇപ്പോൾ ചെയ്യുള്ളൂ. അങ്ങനെ ചക്ക അരിഞ്ഞത് മമ്മിയും ഓമനാൻ്റിയും കൂടെ ചക്ക അരിഞ്ഞു. അപ്പ ചക്കക്കുരു വേർപെടുത്തി തന്നു. എനിക്കായിരുന്നു അത് അരയ്ക്കുന്നതിൻ്റെ ജോലി. അപ്പം പ്രശാന്തനാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ചക്കയുടെ മുഴുവൻ ഭാഗവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചക്ക ഫുൾ ഞാൻ അരച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേച്ചി രേഷ്മ എത്തിയത്. അങ്ങനെ രേഷ്മയ്ക്ക് ഞാൻ ഫോൺ ഹാൻഡ് ഓവർ ചെയ്തു. വീഡിയോ എടുക്കുന്ന ഒരാളെ കിട്ടിൻ്റെ സന്തോഷത്തിലായിരുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ശർക്കര 1.5 കിലോ ആണ് എടുത്തത്, ചൂടാക്കി മമ്മി അത് ഉരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാനും ഓമനാൻ്റിയും കൂടെ പുറത്ത് പോയിട്ട് തീ കത്തിച്ചു. ഓമനാൻ്റി ആയിരുന്നു തീ കൂട്ടി തന്നെ ഗൈസ്. പക്ഷെ ഞാൻ ആദ്യത്തെ തീ കെടുത്തി കളഞ്ഞു, പിന്നെ രണ്ടാമത് ഓമനാൻ്റി കത്തിച്ചാണ്. പിന്നെ ഇത് കുറച്ച് നെയ്യ് ഒഴിക്കാണ് കേട്ടോ. പണ്ടൊക്കെ ചക്ക വരട്ടി എന്ന് പറഞ്ഞാൽ, പണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും നമുക്ക് എനിക്കും എൻ്റെ ഫാമിലി മുഴുവനും ഭയങ്കര ടേസ്റ്റി, നമ്മളെപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചക്കയുടെ സീസണിൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് എത്ര നാൾ ഫ്രിഡ്ജിലോ ഫ്രീസറിൽ വെച്ചാൽ അത് കേടാവില്ല.
അങ്ങനെ ഒരു സ്പെഷ്യൽ അഡാർ ഐറ്റമാണ് ഈ ചക്ക വരട്ടി ഉണ്ടാക്കാൻ കുറച്ച് പണിയാണെന്നുണ്ടെങ്കിലും സ്റ്റൗവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ പ്രശാന്തൻ്റെ വീട്ടിൽ ഒരു സമയത്ത് ഉണ്ടാക്കിയായിരുന്നു, പക്ഷേ അത് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ കുറേ നേരമായിട്ട് ഇളക്കണം. അപ്പോൾ ഗ്യാസും ചിലവാണ്. അപ്പോൾ വിറകടുപ്പാവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റും കിട്ടും, ഒരുപാട് ഗ്യാസും ചിലവാവില്ലല്ലോ, വിറകല്ലേ വേണ്ടി വരുള്ളൂ. അങ്ങനെ അരച്ച ചക്ക നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ടിട്ട് ഇളക്കുമായിരുന്നു. ശരിക്കും ചട്ടുകം വലുതാണ് വേണ്ടത്. അപ്പം ഞാൻ അവിടെയുള്ള ഏതൊരു ചട്ടുകം എടുത്തുകൊണ്ട് വന്നിരുന്ന് ഇളക്കുമായിരുന്നു. പെട്ടെന്ന് ചൂടാവും ആ ചട്ടുകം. തെന്നും ആക്ച്വലി ഈ സമയത്തൊന്നും ഞങ്ങൾ ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെയെന്ന് പറഞ്ഞാൽ തപ്പിക്കൊണ്ട് വന്നു. ഈ ചെരുപ്പ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് മനസ്സിലാവും, രണ്ടും രണ്ട് ചെരുപ്പാണ്. കാരണം 2 പട്ടികളും ഓരോന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ ഉള്ള ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അത് അവിടെ വെച്ചിരിക്കുന്ന കേട്ടോ. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെരുപ്പ് പോയി കഴിഞ്ഞാൽ മറ്റേ ചെരുപ്പിൻ്റെ പെയറാക്കിയിട്ടിടുന്നത്? ഞങ്ങളിവിടെ ചെയ്യും കേട്ടോ. അതിപ്പോൾ ആരും കാണാനൊന്നുമില്ലല്ലോ. പറമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെരുപ്പില്ലാതെ പറ്റില്ല. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനും കാലിലതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ വീഡിയോൻ്റെ ഈ വ്ളോഗിൻ്റെ ഒരു ഹൈലൈറ്റ് ചെരുപ്പ് തന്നെയാണ്. ചെരുപ്പിനാണ് ആ സ്ഥാനം ഞാൻ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ തെന്നു എൻ്റെ കൂടെ വന്ന് നിന്നു. സാമ്പാറാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച്, സാമ്പാറാണോ മീമിയാണോ എന്താ ഉണ്ടാക്കുന്നത് അവൾക്കേ അറിയത്തില്ല. അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോയി ഓമനാൻ്റിയുടെ വീട്ടിൽ പോയിട്ട് ചട്ടുക എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു, അധികം ചൂട് തട്ടിയില്ല. പിന്നെ അപ്പോഴത്തേക്കും മമ്മി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, 1.5 കിലോ ശർക്കര. ആ 1.5 കിലോ ശർക്കര അരിച്ചെടുക്കണമായിരുന്നു. അരിച്ചെടുത്തിട്ടാണ് അതിനകത്തേക്ക് ഒഴിച്ചത്. ഇപ്പം നിങ്ങൾക്ക് കണ്ട വേറെ എന്തെങ്കിലും ഒരു പരുവത്തിൽ തോന്നൂല്ലേ? ശരിക്കും എനിക്കും വീഡിയോ എടുക്കുന്ന അപ്പം തോന്നിയില്ല, പക്ഷെ വീഡിയോ കാണുന്ന സമയത്താണ് ഇതെന്ത് ടെക്സ്ചറായിട്ടാണ് വരുന്നതെന്ന്. പിന്നെ അത് ഇളക്കണം, ഇളക്കി അങ്ങോട്ട് വരണം സാറേ, അല്ലാതെ ഈ സാധനം ഒന്നും അടുക്കത്ത് പോലും ഇല്ല. കാരണം ഇളക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ് ഗൈസ്. പിന്നെ ഇത് ഒരു ചക്കയുടെ മുഴുവനും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ചക്കയുടെ മുഴുവനും മാത്രമല്ല, വേറൊരു ചക്ക അഡീഷനും കൂടെയുണ്ട്. അപ്പോൾ ഇത് ഇനി ഉരുകയല്ല, ഒന്ന് വരട്ടി വരുന്ന സമയത്ത് ഒരു പ്ലേറ്റ് കിട്ടിയാൽ ഭാഗ്യം, അത്രയാണ്. അപ്പം ശരിക്കും നമുക്ക് 2-3 പ്ലേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 4 ചക്കയോ 5 ചക്കയെങ്കിലും മിനിമം വേണം, നല്ല പഴുത്ത ചക്ക, എന്നാലേ ശരിയാവുള്ളൂ. ഇത് മധുരം കുറച്ച് കുറവായ ചക്കയായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലിട്ടു. പിന്നെ ഏലക്ക പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏലക്കയും, ഇത് ചുക്കും കൂടെ പൊടിച്ചിട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈവൻലി എല്ലായിടത്തും ഒരുമിച്ച് എത്തുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കേട്ടോ. അതിന് ഓമനാൻ്റി എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ അത് അങ്ങോട്ട് ഇളക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ സേട്ടൻ്റെ വരവ്. സേട്ടൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇളക്കി. സേട്ടൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഇനി ഇളക്കണ്ടെന്ന് പറഞ്ഞാൽ ഫോണ് രേഷ്മ അങ്ങ് സേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെയും കുറച്ച് നെയ്യൊക്കെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങ് ഒരു വടിവത്ത രീതിയിലാക്കി. അപ്പോഴാണ് രേഷ്മ പറയുന്നത്, ആ ചെരുപ്പും പെടാൻ പറ്റില്ല ചേച്ചിക്ക്, ചേച്ചിയുടെ കാലും പെടാൻ പറ്റില്ല, ചേച്ചിയുടെ മുഖം മാത്രം, പക്ഷേ ഇതെല്ലാം കൊണ്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം പിന്നെയും പ്രശാന്തനെ ഇളക്കി. പ്രശാന്തൻ്റെ കൈ വയ്യ, അതുകൊണ്ട് ഞാൻ പ്രശാന്തനെ ഒരുപാട് ഫോഴ്സ് ചെയ്തില്ല ഇളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇരുന്നായിരുന്നു ഇളക്കൽ മുഴുവൻ. അത് കഴിഞ്ഞ് അത് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രശാന്തനും മമ്മിയും അപ്പയും കൂടെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ടു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സാധനം ഇതാണ്. ആ സാധനം കേട്ടോ, കണ്ട, ഇത് കുറച്ച് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഹൽവ പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. എൻ്റെ ഈ വീഡിയോ കണ്ട് ആരിത് ചെയ്താലും എനിക്ക് ഉറപ്പാണ് ഇത് ഫ്ലോപ്പ് ആവില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിരുന്ന് അപ്പയ്ക്ക് വയ്യായിരുന്നു. അങ്ങനെ അപ്പേനെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി, ജസ്റ്റ് ഒന്ന് പനി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മമ്മീനെയും കൊണ്ട് എയർപോർട്ടിൽ പോയി. കാരണം മമ്മി ഇന്ന് പോകുന്ന ദിവസമാണ്. അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല, കാരണം അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്തെങ്കിലും നമുക്ക് പിന്നീട് എടുത്ത് കാണാനാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ മെമ്മറബിൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. അങ്ങനെ മമ്മിക്ക് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്, വെളുപ്പനായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ രാത്രിയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആക്ച്വലി വെയിറ്റൊക്കെ കുറച്ച് എക്സസ് ആയിരുന്നു. മമ്മിക്ക് ചക്ക, പഴം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചക്കയും കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഒരു പച്ചക്കറി ഉള്ളിയും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതൊക്കെയാണ്. മമ്മി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. മമ്മിക്ക് അങ്ങനെ വലിയ ഡിമാൻഡുള്ള ആളൊന്നുമല്ല. എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി മമ്മ കൊണ്ടുപോവുള്ളൂ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടുത്തെ ചെക്കിൻ ചെയ്യാൻ പോവുകയാണ് മമ്മി. അപ്പം മമ്മിക്ക് ഭയങ്കര സങ്കടമായിരുന്നു തിരിച്ചു പോകുമ്പം.
കാരണം ആദ്യമായിട്ടാണ് മമ്മി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് 4 മാസം മമ്മി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം മമ്മിയുടെ ലീവ് കഴിഞ്ഞു. ഇനിയിപ്പം സന്ദീപോ ഞാനോ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴേ മമ്മി തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് മമ്മി പോകുന്നത്. അങ്ങനെ മമ്മി പോയപ്പോൾ നമുക്ക് ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ തിരിച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞില്ല, ഞാൻ പിടിച്ചു വെച്ചു. കാരണം മമ്മി ഇനി പെട്ടെന്ന് നാട്ടിലേക്ക് വരുമല്ലോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുള്ളിൽ ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ മമ്മി ബഹ്റൈനിലേക്കാണ് പോകുന്നത്. അങ്ങനെ മമ്മി തിരിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ പുറത്തുനിന്നാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് നോക്കിയപ്പം കുറച്ച് അതായത് കുറച്ച് കൂടുതലായിട്ടാണ് മമ്മി പോയത്. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊരു കവറും പിടിച്ച് അകത്തോട്ട് പോയതാണ്. പക്ഷേ അവിടുത്തെ ഒരു വാച്ച്മാൻ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു അത് കയറ്റാൻ പറ്റില്ല എന്ന്. അപ്പോൾ തിരിച്ച് പ്രശാന്തൻ അത് കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നേരെ വിസിറ്റേഴ്സ് എൻട്രിയിലോട്ട് കയറി. അപ്പോഴേ മമ്മിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മമ്മി പിന്നെ ഗ്ലാസിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞായിരുന്നു ബാഗൊക്കെ സെറ്റായി എന്നുള്ളത്. അത് കേട്ടപ്പോഴേ നമുക്ക് ആശ്വാസമായത്. അല്ലെങ്കിൽ നമുക്ക് പെർ KGക്ക് കുറേ പൈസ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അപ്പം ഇതുപോലെ ആയിരിക്കും ഓരോ പ്രവാസികളും ഉറപ്പായിരിക്കും. കാരണം നാട്ടിലേക്ക് വരുമ്പം കറക്റ്റ് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും തിരിച്ചു പോകുമ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് ആവശ്യമുള്ളത് ആയിരിക്കും ഏറ്റവും കൂടുതൽ എക്സസ് വെയിറ്റ് ആവുക. അവർ തുണിയേക്കാൾ കൂടുതൽ മിക്കവാറും എൻ്റെ വലിയ പപ്പന്മാരും ആര് റിലേറ്റീവ്സ് കസിൻസ് ആര് പോയാലും അവർ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുപോകുക. തെന്നു ആക്ച്വലി ഉറക്കത്തിലായിരുന്നു. പിന്നെ മമ്മി എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി AP പോയി, എയറോപ്ലെയിനിൽ പോയി എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷം മമ്മി അമ്മച്ചി എന്നൊരു 3-4 തവണ എന്നോട് ചോദിച്ചു. പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലായി അമ്മച്ചി പോയി എന്നുള്ള കാര്യം. അങ്ങനെ മമ്മിയുടെ എല്ലാം സെറ്റായി. മമ്മിയുടെ ഹാൻഡ് ബാഗ് കറക്റ്റ് എല്ലാം വെയിറ്റും ക്ലിയറായി. പിന്നെ മമ്മി അടുത്തത് ഇമിഗ്രേഷനിലേക്കാണ് പോയത്. അപ്പം മമ്മി ഇമിഗ്രേഷനിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് തിരിച്ചു പോകായിരുന്നു. പക്ഷേ ഇമിഗ്രേഷനിൽ നിന്ന് മമ്മി ക്ലിയർ ചെയ്യുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് തെന്നുവിനെ അമ്മച്ചീനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെന്നുവിനെയും കൊണ്ട് അവിടെ പോയി. അവിടെ അമ്മച്ചി ഉണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തി. അമ്മച്ചി പോയി. പ്രശാന്തൻ്റെ അനിയത്തി ഇങ്ങനെയാണ് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു അവൾക്ക് ക്ലിക്കായി എന്ന് തോന്നുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇപ്പം ഒന്നും കാണാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ശരിക്കും പറഞ്ഞാൽ മമ്മി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാനും അപ്പയും അവിടെ തന്നെ നിന്നു. മമ്മി നമ്മളെ നോട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷേ മമ്മിക്ക് ഞങ്ങളെ കാണാൻ പറ്റി. പിന്നെ മമ്മിയെ വിളിച്ചൊക്കെ നോക്കിയപ്പോൾ മമ്മിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറായി എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഈ ദിവസം എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടതും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ബൈ.